ഇപ്പോൾ പ്രീമിയം വണ്ടികളിൽ ഇപ്പോൾ ലോ റേഞ്ചിൽ നമുക്ക് ഒരു 6,40,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇങ്ങനെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, അതുപോലെ തന്നെ എഞ്ചിൻപരമായിട്ടുള്ള കംപ്ലൈന്റ്, ഗിയർ ബോക്സിന്റെ കംപ്ലൈന്റ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. സീറ്റിനൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. സി ക്ലാസ് ഇത് ഇതൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. അടുത്തത് ഈ ആനക്കുട്ടിയെ പരിചയപ്പെട്ടാലോ? അതെ, ML 350. നമ്മുടെ ഓഫറിലുള്ള വണ്ടിയുടെ കാര്യം മറക്കണ്ട അല്ലേ? ഓഫറിൽ വണ്ടി ഉണ്ട്. 6 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയുടെ കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ബാക്കിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈസ്മി അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാരക്കുണ്ടുള്ള സഫാരി കാർസ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്, മലപ്പുറം ജില്ലയിൽ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ യൂസ്ഡ് കാറൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള പേരാണ് സഫാരി കാർസ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പത്തെ 2 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. സഫാരി കാർസിൻ്റെ വലിയ ഷോറൂം തൊട്ടപ്പുറത്തുണ്ട്, അതിൻ്റെ 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. അവിടെ ഉണ്ട് പ്രീമിയം കാർ, സാധാരണക്കാർക്ക് പറ്റിയ കാറുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിലുള്ള പ്രീമിയം കാർ ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 6 lakh ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രീമിയം വണ്ടി ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സഫാരി കാർസ് എന്ന് പറയുമ്പോൾ അൻഫലിക്കേനെ എല്ലാവർക്കും അറിയാം. അൻഫലിക്കയുടെ ബ്രദറാണ്, പേര് പറഞ്ഞു അഷ്നാസ് ആണ് ഇന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത്. അഷ്നാസിന് ഞാൻ മൈക്ക് കൊടുത്തില്ലായിരുന്നു, സോറി. മൈക്ക് ഞാൻ വെച്ച് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അഷ്നാസ്, അപ്പോൾ നമുക്കിവിടെ 6 lakhന്റെ ആ ഒരു റേഞ്ചിൽ വണ്ടി കിടപ്പില്ല അല്ലേ? ഉണ്ട്. ഇപ്പോൾ പ്രീമിയം വണ്ടികളിൽ ഇപ്പോൾ ലോ റേഞ്ചിൽ നമുക്ക് ഒരു 6,40,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ വണ്ടി ഏതാണെന്ന് നമ്മൾ കാണിക്കാം. അതിന് മുമ്പ് സഫാരി കാർസിന്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഏകദേശം 14 വർഷമായല്ലേ? 14 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് വേറൊരു വർക്ക്ഷോപ്പ് തേടി നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, അതുപോലെ തന്നെ എഞ്ചിൻപരമായിട്ടുള്ള കംപ്ലൈന്റ്, ഗിയർ ബോക്സിന്റെ കംപ്ലൈന്റ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തുതരും. ഏത് വണ്ടിയും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും എവിടെ കൊണ്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഓൾ കേരള ഡെലിവറി, നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും വിളിച്ചാൽ മതി. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ഒന്നുകൂടി ഈ വീഡിയോയിൽ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ടാണോ? പരിചയപ്പെടാം. ഓഡിയുടെ A4 ആണ്, 2013 മോഡൽ. 2013 മോഡൽ റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി ചെയ്തതാ. ഓൾറെഡി കേരള രജിസ്ട്രേഷൻ കിടക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു 12 ലക്ഷം രൂപ കൊടുക്കാം. ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് 78,000 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കണ്ടീഷനൊക്കെ ഗുഡ് കണ്ടീഷൻ ആണല്ലോ? നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇന്റീരിയർ സൈഡിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. സീറ്റിനൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. റിയറും കൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. റിയറിലേക്ക് വരുമ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത ടയർ കണ്ടീഷനൊക്കെ ഉണ്ടല്ലേ അല്ലേ? തരക്കേടില്ലാത്ത ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. യെസ്, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഇത് 2012 മോഡൽ സി ക്ലാസ്. ഓക്കെ, 2012 അത്യാവശ്യം പ്രീമിയം വണ്ടികളിൽ മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജുള്ള വണ്ടിയാണ്. ഓടി A4 തന്നെ അതുപോലെ തന്നെയാണ്. സി ക്ലാസ് ഇതൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. നമുക്കൊരു 9,75,000 രൂപ കൊടുക്കാം. 9,75,000 രൂപയ്ക്ക് ഓഫർ പ്രൈസിലാണ് ഈ ഒരു മെഴ്സിഡീസ് ഇട്ടിരിക്കുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാണ്, 2012 മോഡലാണ്. ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. ഒരു 6 ഓണർഷിപ്പ് ആയിട്ടുണ്ട് വണ്ടി. അങ്ങനെ വണ്ടി അടിപൊളി കണ്ടീഷൻ തന്നെ കിടക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയത്? ഇത് 1,40,000. 1,40,000 കിലോമീറ്റർ ഓടിയ ഡോക്ടർ യൂസ് വണ്ടിയാണ്. ഏതോ ഒരു ഓണർ ഡോക്ടറായിരുന്നു. അതെ, ഒരു ഓണർ ഡോക്ടറായിരുന്നു. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മേജർ ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. ഇന്റീരിയർ സൈഡ് കാണിച്ചു തരാം. ക്യാമറ വന്നോളൂ. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ്. സീറ്റൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ഓഫർ പ്രൈസിന് കിടക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള കിഡിലം വണ്ടി. റിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റാണ്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് മെഴ്സിഡീസ് ബെൻസിന്റെ E ക്ലാസ് E250 ആണ്. 2010 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് 1,20,000. 1,20,000 കിലോമീറ്റർ ഓടിയുണ്ട്. എത്ര ചോദിക്കുന്ന വില? ഇത് നമുക്കൊരു 9,90,000 രൂപ കൊടുക്കാം. 9,90,000 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ, ഇതിനൊക്കെ എന്ത് മൈലേജ് ഉണ്ടാവും? ഒരു ക്യൂരിയോസിറ്റി ഏകദേശം ഒരു 13-14 കിലോമീറ്റർ മൈലേജ്. 13 മൈലേജ് കിട്ടും. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടേണ്ടത്. 15-16 കിലോമീറ്റർ മൈലേജ്. ഒരു ഇന്നോവയുടെ ഒക്കെ മൈലേജ് കിട്ടും ഇതിനല്ലേ? കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ഗുഡ് കണ്ടീഷനിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ്.
സഫാരി കാർസിന്റെ ഒരു പ്രത്യേകത ഫിനാൻസ് നമ്മൾ ചെയ്യുന്നില്ല. ഫിനാൻസ് നമ്മൾ ചെയ്യുന്നില്ല. ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. പുറത്തുനിന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫിനാൻസ് നമുക്ക് ഇവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം തരും. അതെ, നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്ത് വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുകയാണ്. വേറെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. ഒന്നും എക്സ്ട്രാ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയല്ലേ. യെസ്. നേരെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നീറ്റായിട്ട് തന്നെ കിടക്കുന്ന, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പുറമെ കാണുന്ന പോലെ തന്നെ ആ ഒരു നീറ്റ്നെസ് ഇൻറ്റീരിയറിലും ഉണ്ടാവും. അത് പിന്നെ ഇവർ വണ്ടി എടുത്തു കഴിയുമ്പോൾ എല്ലാ ഭാഗങ്ങളും അല്ലേ, മുടി മുതൽ നഖം വരെ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റാക്കിയിട്ടാണ് കൊടുക്കുള്ളൂ. അടുത്ത നമുക്ക് ഈ വണ്ടി പരിചയപ്പെട്ടാലോ? BMW 3 സീരീസ്. ഇത് ന്യൂ ഷേപ്പിൽ ഇറങ്ങിയതാ. 2012 ശേഷം ഷേപ്പ് മാറി ഇറങ്ങിയ മോഡലാണ്. 2013 മോഡലാണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. CH രജിസ്ട്രേഷനിലാണ് വണ്ടി കിടക്കുന്നത്. നിങ്ങൾക്ക് NOC ഒരു 10 കൊടുക്കാം. നമുക്ക് 10 കൊടുക്കാം. ലോ കിലോമീറ്റർ വണ്ടി, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വിത്ത് NOC നമുക്ക് 10 രൂപ. എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ആകെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അടിപൊളി കിടിലം കണ്ടീഷൻ ആയിട്ടുള്ള 3 സീരീസ് ആയിട്ടുള്ള ഒരു BMW ആണ്. ആവശ്യമുള്ളവർ വേഗം തന്നെ പൊക്കിക്കോളൂ. നമ്മുടെ ഓഫറിലുള്ള വണ്ടിയുടെ കാര്യം മറക്കണ്ട അല്ലേ. ഓഫറിൽ വണ്ടി ഉണ്ട്. 6 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയുടെ കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ബാക്കിലൊക്കെ നോക്കുക, എവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും അതിലേക്ക് ഞങ്ങൾ വരാം. അടുത്തത് ഈ ആനക്കുട്ടിയെ പരിചയപ്പെട്ടാലോ? അതെ, ML 350. 2012 മോഡൽ. 2012 ഇറങ്ങിയ ഓൾഡ് ഷേപ്പ് വണ്ടിയാണ്. 2012 തന്നെ ന്യൂ ഷേപ്പ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ ഏരിയ തന്നെ രണ്ട് രീതിയിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 12,90,000 രൂപ കൊടുക്കാം. 12,90,000 രൂപയ്ക്കാണ് ഈ ഒരു ആനക്കുട്ടി. ഒറിജിനൽ കേരള വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത്? 1,20,000. 1,20,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. അത്യാവശ്യം അടിപൊളി റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഒരു ജയന്റ് വണ്ടിയാണ്. നല്ല ബൾജ് ചെയ്തിരിക്കുന്ന ഒരു മസ്കുലർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ സൈഡ് കാണിച്ചു തരാം. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു. സൺറൂഫ് ഉണ്ടല്ലേ, സൺറൂഫ് വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. നേരെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ സീറ്റൊന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു. ബാക്ക് സൈഡിൽ നിന്ന് കൂടി ഞാനത് കാണിച്ചു തരാം. ആണല്ലോ, കിട്ടില്ല കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് വണ്ടി. അടുത്ത വീണ്ടും നമ്മളൊരു മെഴ്സിഡസിലേക്ക് വന്നിരിക്കുകയാണ്. പറഞ്ഞോളൂ. മെഴ്സിഡസ് ബെൻസിന്റെ GLA 200 ആണ്. ഓക്കെ. ഇതും C ക്ലാസിന്റെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മൈലേജ്, മെയിൻ്റെനൻസ് കുറവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒരു എൻട്രി ലെവൽ SUV എന്ന് പറയാം നമുക്ക്. ഓക്കെ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡൽഹി വണ്ടി റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 16,70,000 രൂപ കൊടുക്കാം. 16,70,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ എല്ലാ വണ്ടികളും പോലെ തന്നെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. അടിപൊളി ഗുഡ് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും ലോക്കാണ്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു പ്രീമിയം ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇന്റീരിയർ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു. ഒരു കുഴപ്പമില്ല. നേരെ റിയർ സൈഡും കൂടി നോക്കുമ്പോഴും സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഒരു A4 ഉണ്ട് അല്ലേ? A4 ഉണ്ട്, ഓടി A4. അത് ഏതായിരുന്നു? ഒറിജിനൽ കേരള വണ്ടി 2013 മോഡൽ. 2013. മറ്റേ A4 അത് 2013 തന്നെയാണ്. അത് റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. ഇത് 1,00,000 കിലോമീറ്റർ ആണ് ഓടിക്കണേ. ഇത് നമുക്കൊരു 13,70,000 രൂപ കൊടുക്കാം. 13,70,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? അതെ. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ ഒരു A4 നിങ്ങൾക്ക് 13 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാവുന്നതാണ്. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഗുഡ് കണ്ടീഷനിൽ കിടക്കുകയാണ്. ഇതിന്റെ ഇന്റീരിയർ സൈഡും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. അതെ. ഡോർ വെക്കാൻ കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ആ ഓഫറിൽ കിടക്കുന്ന വണ്ടിയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ആ ഓഫറിൽ കിടക്കുന്ന വണ്ടി. BMW 3 സീരീസ് അല്ലേ? 3 സീരീസ്. യെസ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഇത് 2012 മോഡൽ. 2012 മോഡലിൽ ഇറങ്ങിയ വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. 6,40,000 രൂപ കൊടുക്കാം നമുക്ക്. 6,40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീമിയം 3 സീരീസിൽ കിടക്കുന്ന BMW സ്വന്തമാക്കാം കേട്ടോ. ഇതിനിപ്പോൾ നിലവിൽ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ല? എല്ലാം ക്ലിയർ ആണ്. പാർട്ടിയുടെ പേർക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. നമുക്കിപ്പോൾ എത്ര സമയം എടുക്കും നമുക്ക് നെയിം ട്രാൻസ്ഫറിന്? മീൻസ് ഇപ്പോൾ നമ്മൾ ഇന്ന് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ നെയിം ട്രാൻസ്ഫറിന് കൊടുക്കും. ഒരു ദിവസത്തെ
ഒരു ലാപ്പുള്ളൂ. പിന്നെ ഇപ്പോ RT ഓഫീസിൽ കുറച്ച് ലാഗ് എടുക്കുന്നുണ്ട് RC വരാൻ. ആ ഒരു ടൈം പിന്നെ പോസ്റ്റ് വൈക്ക് അവരുടെ വീട്ടിലേക്ക് ചെല്ലായിരിക്കും. ഇത് വെറും 6,40,000 രൂപയ്ക്ക് ഓഫർ പ്രൈസിന് ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രശ്നമില്ല കേട്ടോ, ഇവിടുത്തെ ഒരു വണ്ടിക്കും ഇല്ല മേജർ പ്രശ്നങ്ങൾ, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള വണ്ടികളൊന്നും എടുക്കില്ല. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മികച്ച ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി തന്നെയാണ് ഈ ഒരു BM. ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുമ്പോഴും ആ ഒരു നീറ്റ്നെസ്, പുറത്തുള്ള ആ ഒരു നീറ്റ്നെസ് ഇന്റീരിയർ സൈഡിലും ഉണ്ട് എന്നുള്ളതാണ്. നേരെ റിയറിലേക്ക് വരുമ്പോഴും അടിപൊളി കിട്ടുന്ന കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കുന്ന ടൈമിൽ ഒരു പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഉഷാറാക്കി ഒരു ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുക്കുന്ന എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ തന്നെ വണ്ടി തിളങ്ങുകയാണ്. നിങ്ങൾ ഇപ്പൊ പ്രീമിയം വണ്ടിയല്ല, ഇവരെ സാധാരണ വണ്ടി കിടക്കുന്ന സ്ഥലത്തെ വണ്ടികൾ പോലും ഷോറൂം കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഈ ഷോറൂമാണല്ലോ നമ്മുടെ ആദ്യത്തെ ഷോറൂം. അതാണ് നമ്മൾ ഫസ്റ്റ് ഷോറൂം 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പുതിയ ഷോറൂം തുടങ്ങിയിട്ട് കുറച്ചായിട്ടും ഇവിടെ നിന്നാണ് ഇവരുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പ്രീമിയം വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നുള്ളൂ, നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് തലവേദന ഉണ്ടാവില്ല. വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള പർച്ചേസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ സർവീസുകളുണ്ടല്ലോ നിങ്ങൾക്ക്? ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു മീഡിയം റേഞ്ചിലുള്ള പ്രീമിയം വണ്ടികൾ നമ്മളെടുത്തുള്ളത്. ഇവിടുന്ന് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു 3 ദിവസത്തെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാം. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, എഞ്ചിൻ പരമായിട്ടുള്ള കംപ്ലൈന്റ് ഒക്കെ അവർക്ക് എവിടെ കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഈ 3 ദിവസത്തിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കാം. മോഡൽ കുറഞ്ഞ പ്രീമിയം വണ്ടികൾക്ക് എവിടെ അങ്ങനെ ഒന്നും കൊടുക്കില്ല. എന്നാൽ നമ്മൾ 3 ദിവസം വരെ ചെക്ക് ചെയ്തോട്ടെ. കസ്റ്റമേഴ്സിന്റെ വിശ്വാസമാണ് അതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ഇതുണ്ടല്ലോ വണ്ടി സംബന്ധം? നമുക്ക് പെയിന്റിങ്ങിന്റെ ഡെന്റിങ്ങിന്റെ ഷോപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കേട്ടോ. അപ്പൊ എന്തിനു വേണേലും സമീപിക്കാനുള്ളതിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഓഫർ വണ്ടിയുടെ കാര്യം ആരും മറക്കണ്ട. പോകുന്നതിന് മുമ്പ് വേഗം ഒന്ന് പിടിച്ചോളൂ. അപ്പൊ ഇനി വണ്ടികളൊക്കെ വരാനുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട് വണ്ടികൾ. ഇനി വണ്ടികൾ വരാനുണ്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി ഇപ്പോൾ ഷോറൂമിൽ ഇല്ലാത്ത ഏതെങ്കിലും വണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. അവിടുത്തെ 2 വീഡിയോസ് ചെയ്തതാണ്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കണ്ട ആരും. അപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്താലോ. ഓക്കെ, ശരി. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.